അവസാനത്തെ 10 വിട പറയാൻ പോവുകയാണ്. ഇനി 4-5 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏതാനും രാത്രികൾ മാത്രം. ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടം തന്നെയാണത്. ആ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കണം. ഒരു ജമാഅത്ത് പിന്തി നിന്നാൽ, ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, വിശുദ്ധ ഖുർആൻ ഒരായത്ത് പാരായണം ചെയ്യേണ്ട സമയം അനാവശ്യമായി നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെ ഇനി ഒരു 4-5 ദിവസം നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. ആയുസ്സുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം മാത്രമാണ് എന്ന ഗൗരവതരമായ ചിന്തയോട് കൂടിയായിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുക. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. ആകാശഭൂമിയുടെ വിശാലതയുള്ള ലോകം, സ്വർഗം. ആ സ്വർഗമാണ് നമ്മളെ മാടി വിളിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നല്ല പറയുന്നത്. സാരിയോ, ധൃതിയോടുകൂടി കടന്നു ചെല്ലൂ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ഇഹ്സാൻ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇഹ്സാൻ എന്നതിന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്ന നബിയെ കാണുന്ന ഒരു ശിഷ്യനെ പോലെ നബിയോട് സംസാരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. അതില് ഖിയാമത്ത് നാളിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ അഅലമു ബിസ്സായിൽ. ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടവന് അതിനെക്കുറിച്ചൊരു ചുക്കും വിവരമില്ല എന്നാണ്. റസൂൽ ഇത് പറയുമ്പോ വന്നത് ജിബ്രീലാണെന്നോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജിബ്രീലിനോടാണെന്നോ ഒന്നും ചുറ്റുഭാഗത്തുള്ള സഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. യാത്രയുടെ ഒരു ക്ഷീണവുമില്ലാതെ നല്ല ഇസ്തിരി ചുളിയാത്ത വസ്ത്രവുമായിട്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ വന്നിരിക്കുന്നത്. നബിയുടെ കാലടുപ്പിച്ച് വെച്ചുകൊണ്ട് നല്ല ഭവ്യതയോടുകൂടി അനുസരണയുള്ള ഒരു ശിഷ്യനെ കണക്കെ നബിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതിൽ അവസാനം ചോദിച്ച ചോദ്യമാണ് മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? റസൂൽ പറഞ്ഞ മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നീ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതുപോലെയാണോ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ? എങ്കിൽ നമുക്ക് അലസത ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണോ നമ്മുടെ നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങൾ? എങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയില്ല. ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണോ നമ്മൾ എടുക്കുന്ന ഓരോ നോമ്പുകളും? എങ്കിൽ ആ നോമ്പുകൾ കൊണ്ട് ഒരു മാസമല്ല, ഇനി ഒരു 2 മാസം നോമ്പെടുത്താൽ നമുക്കതുകൊണ്ട് വൈമനസ്യം ഉണ്ടാവുകയില്ല. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം യകുൻ തറാഹു ഫഇന്നഹു യറാക്. നമുക്ക് ശമ്പളം തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബോസ് നമ്മുടെ അടുത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബോസ് ഏൽപ്പിച്ച വർക്കുകൾ, ഡ്യൂട്ടികൾ നമ്മൾ ചെയ്തു തീർക്കുന്നതും, ആ ബോസിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നതും രണ്ടും പെർഫെക്ഷനിൽ 2 രീതിയിലായിരിക്കും. അതുതന്നെയാണ് അള്ളാഹുവിന്റെ ഇഹ്സാനിലുള്ള ഇടപെടലും. നമ്മുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ, എൻ്റെ കർമ്മത്തിലുണ്ടോ, എൻ്റെ ആരാധനകളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ. വീണ്ടും ആയത്തിന്റെ തുടർച്ചയായി പറയുന്ന ഭാഗങ്ങളാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. തിന്മകൾ, നീചവൃത്തികൾ ചെയ്തു പോയാൽ, ഔ ളലമു അൻഫുസഹും സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയാൽ, ദക്കറുല്ലാഹ് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നു. വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം പാപങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്
വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ? അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപം പുറത്തു തരാൻ? വലം യുസിറു വലാ മാ ഫഅലു, വലം യുസിറു അടിവരയിട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചെയ്തു പോയതിൽ ഉറച്ചു നിൽക്കാതെ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ, ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾ. തെറ്റ് ചെയ്യാ, തൗബ ചെയ്യാ, പിന്നെയും തെറ്റ് ചെയ്യാ, ഇതിന്റെ പേരല്ല തൗബ എന്നുള്ളത്. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബത്തുൻ നസൂഹ്, ഇഖ്ലാസോട് കൂടിയുള്ള തൗബ, ഇഖ്ലാസോട് കൂടിയുള്ള തൗബ, ഖാലിസായ തൗബ. മൃഗങ്ങളിൽ നിന്ന് ചുരത്തിത്തരുന്ന നല്ല വെളുവെളുത്ത പാലിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചത് ഖാലിസൻ ലദ്ദത്തൽ ലിശാരിബീൻ, രക്തവും ചാണവും കലർന്നു കിടക്കുന്ന ശരീരത്തിൽ നിന്നും, പശുവിന്റെ ശരീരത്തിൽ നിന്നും നമുക്ക് ചുരത്തിത്തരുന്ന വെളുവെളുത്ത പാൽ, രക്തത്തിന്റെ കലർപ്പോ ചാണകത്തിന്റെ കലർപ്പോ അതിനില്ല. അത് ഖാലിസാണ്, നല്ല വെളുവെളുത്ത ശുഭ്രമായ വെളുവെളുത്ത പാലാണ്. സുബ്ഹാനല്ലാഹ്. അതിനെക്കുറിച്ച് ഖാലിസൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ തൗബ, ഖാലിസായ തൗബ. അതിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാകാൻ പാടില്ല. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഗസാലി പറയുന്നുണ്ട്, ഖാലിസൻ എന്ന് പറഞ്ഞാൽ, നസൂഹൻ എന്ന് പറഞ്ഞാൽ ലാഹിറൻ വ ബാത്തിനൻ, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത തൗബ. ഇനി അതിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ശബ്ദം ചെയ്തുകൊണ്ടുള്ള തൗബ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അന്നദമു അലാ മാ സലഫ, തൗബ ചെയ്യുമ്പോൾ അന്നദമു അലാ മാ സലഫ്, കഴിഞ്ഞു പോയതിന്റെ പേരിലുള്ള അങ്ങേയറ്റത്തെ സങ്കടം, ദുഃഖം, ഇത് തൗബയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെന്നില്ലാത്ത മനോവ്രത, മനസ്സിന്റെ വേദനയോടുകൂടിയുള്ള തേട്ടം. അതേപോലെ രണ്ടാമത്തെ ഘടകമാണ് വൽ ഇഖ്ലാഉ ഫിൽ ഹാൽ, വൽ ഇഖ്ലാഉ അൻഹു ഫിൽ ഹാൽ. ഇഖ്ലാ എന്ന് പറഞ്ഞാൽ പിഴുതെടുക്കുക, പറിച്ചെടുക്കുക എന്നാണ്. വേരോടുകൂടി പറിച്ചെടുക്കുക. അതായത് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, ആ തെറ്റുകളുടെ ഒരു വേര് പോലും നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കാത്ത രീതിയിലുള്ള തൗബ. ഇനി ഒരു അവസരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അതിലേക്ക് എന്റെ ചിന്ത പോവുക തന്നെ ഇല്ല എന്ന ഉറച്ച വിശ്വാസം, ഉറച്ച തീരുമാനം. വൽ അസമു അലാ അൻ യഊദൂഹു ഫിൽ മുസ്തഖ്ബിൽ, ഇനി ഭാവിയിൽ ഒരു കാരണവശാലും അതിലേക്ക് തിരിച്ചു പോകുന്നതല്ല. അതാണ് ഹലാവത്തുൽ ഈമാൻ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൗബ ചെയ്യുമ്പോൾ. അന്നദമു അലാ മാ സലഫ്, ചെയ്തു പോയി, സംഭവിച്ചു പോയി, അതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ദുഃഖം, ഖേദം. മനുഷ്യൻ എന്ന് പറയുന്നത് വിണ്ണിന്റെയും മണ്ണിന്റെയും വിണ്ണിന്റെയും സൃഷ്ടിയാണ്. അള്ളാഹു മൃഗത്തെ സൃഷ്ടിച്ചത് അത് മണ്ണിന്റെ സൃഷ്ടിയായിട്ടാണ്. മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് വിണ്ണിന്റെ സൃഷ്ടികളായിട്ടാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മണ്ണിന്റെയും വിണ്ണിന്റെയും ദേഹത്തിന്റെയും ദേഹിയുടെയും മിശ്രിതമായ, ഭൂമിയുടെയും ആകാശത്തിന്റെയും സ്വഭാവ മിശ്രിതം കൂടിക്കലർന്നിട്ടുള്ള ആത്മീയ ഭൗതിക സൃഷ്ടികളായിക്കൊണ്ടാണ്. മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് പറഞ്ഞ ഒരു കാര്യവും ഒരു ധിക്കാരവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അനുസരണക്കേട് എന്നുള്ളത് അവർക്ക് അറിയുകയില്ല. അത് എങ്ങനെയാണെന്ന് പോലും മലക്കുകൾക്ക് അറിയില്ല. ധിക്കാരം, അനുസരണക്കേട് എന്നുള്ളത് അതറിയുന്നത് മനുഷ്യർക്കാണ്. മനുഷ്യരെ ഭൂമി ഇങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോ ആകാശം അങ്ങോട്ട് ആകാശത്തേക്ക് പിടിച്ചു വലിക്കുന്നു. ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളെ ശുദ്ധീകരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന്റെ പണിയാണ്, പേരാണ് ഖൽബുൻ സലീം. ഇതാണ് ഖൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്.
കൽബുൻ സലീമിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഒരു രാജാവിന്റെ സ്ഥാനത്താണ് ഒരു മനുഷ്യന്റെ ഹൃദയം. മനുഷ്യന്റെ അവയവങ്ങൾ ആ രാജാവിന്റെ പ്രജകളുടെ സ്ഥാനത്തുമാണ്. രാജാവ് എന്താണോ കൽപ്പിക്കുന്നത് അതാണ് പ്രജകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. രാജാവാകുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം നമ്മളോട് എന്തൊക്കെയാണോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളായി നമ്മുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, നാവിലൂടെ, കയ്യിലൂടെ, കാലിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ ഹൃദയം മോശമായി കഴിഞ്ഞാൽ, മലീമസമായി കഴിഞ്ഞാൽ ശരീരം ആസകലം മലീമസമായി കഴിഞ്ഞു. ആ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം ആസകലം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ ഥൗബുൽ അബിയദു മിനദ് ദനസ്. അഴുക്ക് പിടിച്ച വെളുത്ത വസ്ത്രം എങ്ങനെയാണോ ശുദ്ധീകരിച്ച് അതിന്റെ വെളുവെളുപ്പ് തിരിച്ചു പിടിക്കുന്നത് എന്നതുപോലെ അല്ലാഹുവേ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ ഥൗബുൽ അബിയദു മിനദ് ദനസ്. അതിന്റെ പേരാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം. ഈമാനിന്റെ മാധുര്യം, ഈമാനിന്റെ മാധുര്യം നുകരുന്ന ആളുകൾ റസൂൽ പറയുന്നു 3 വിഭാഗമാണ്. അൻയകൂനല്ലാഹു വറസൂലുഹു അബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലുമായിരിക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ജീവിതത്തിൽ അതിനപ്പുറം മറ്റൊരാളോടും ഒരു ഇഷ്ടവുമില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാഹുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, എന്തെന്നില്ലാത്ത സ്നേഹമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക, പ്രവാചകന്റെ തൃപ്തി, ഇഷ്ടം നേടിയെടുക്കുക. രണ്ടാമത്തെ ഘടകമാണ് അൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക. മൂന്നാമത്തേതാണ് അൻ യക്റഅ അൻ യഊദ ഫിൽ കുഫർ ബഅദ അൻ അൻഖദഹ അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഘടകം അതാണ്. ഒരു തിന്മയായി മനസ്സിലാക്കുകയും ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവുണ്ടായതിനു ശേഷം പിന്നെ അതിലേക്ക് തിരിച്ചു പോകുന്നത്, നമ്മളെ തീയിലേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് എത്രമാത്രം വെറുപ്പുള്ള കാര്യമാണോ, പേടിയുള്ള കാര്യമാണോ എന്നതുപോലെ ആ ദുഷിച്ച കാര്യത്തെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുകയും ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹലാവത്തുൽ ഈമാൻ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാണ്, ഈമാനിന്റെ മാധുര്യം. ഒരു അവിശ്വാസി അതേപോലെ വിശ്വാസി, രണ്ടുപേരുടെയും പാപങ്ങൾ 2 രീതിയിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ പാപം എന്ന് പറയുന്നത് മസലു ജബലിൻ യഖഉ അലൈഹി, മൂർദാവിന് മുകളിൽ ഏത് നിമിഷവും തലയിലേക്ക് വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു ഭീമാകാരമായ പർവ്വതം കണക്കെയാണ് വിശ്വാസിക്ക് അതിനെ കാണുക. മസലു ദുബാബിൻ അല അൻഫിഹി ദബ്ബഹു. എന്നാൽ കപട വിശ്വാസിയാവട്ടെ, തന്റെ ജീവിതത്തിൽ താൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അത് മൂക്കിന് നേർക്ക് വരുന്ന ഒരു ഈച്ചയെപ്പോലെ തട്ടിമാറ്റാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഒരു കപട വിശ്വാസി പാപത്തെ കാണുക. വിശ്വാസിയാവട്ടെ, തന്റെ മൂർധാവിൽ ഏത് നേരവും ഏത് നിമിഷവും നമ്മുടെ തലയിലേക്ക് വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു പർവ്വതം കണക്കെയാണ് വിശ്വാസി പാപത്തെ കാണുക. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ രാത്രികളും. സഹോദരന്മാരെ, എത്ര ലക്ഷക്കണക്കിന് ആളുകളെയാണ് അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. നരകത്തിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ച ഒരു പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. നബി പഠിപ്പിച്ചു കൊടുക്കുന്നു, റമദാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ
എന്നതിനുള്ള മറുപടിയായിട്ട് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് ഒരു വസിയത്ത് എന്നുള്ള അർത്ഥത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഓരോ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും ഇനിയുള്ള ഈ റമദാൻ വിട പറയുന്നത് പോലെ എല്ലാവരും മറക്കാതെ ചെല്ലണമെന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉണർത്താനുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട്. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അവിടെയും റബ്ബന ഗഫിർ ലനാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹുവേ, പാപങ്ങൾ പുറത്തു തരണമേ. വഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ലുഖ്മാനുൽ ഹക്കീം മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ബനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബനയ്യ, പൊന്നുമോനെ. ഈ ഒരു നിർദ്ദേശവും ഉപദേശവും സ്നേഹത്തോടു കൂടിയുള്ള ശിക്ഷണവുമാണ് ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെയും മറ്റ് അധാർമിക വൃത്തികളുടെയും ഇടയിൽ പെട്ടുപോയിക്കൊണ്ട് 23 വയസ്സുകാരനായ ഒരു കുട്ടി 6 പേരെ കൊതുകിനെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ മനസ്സ് കാണിക്കണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ ആ കുട്ടിയുടെ ചിന്തകളിലേക്ക്, മനസ്സുകളിലേക്ക് ഇത്രയും രൂക്ഷമായ വൈകൃതമായ ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് നിറഞ്ഞ് തുളുമ്പണമെങ്കിൽ അത് ഈ സമൂഹത്തിന് അതിൽ പങ്കാളിത്തമുണ്ട്, രക്ഷിതാക്കൾക്ക് അതിൽ പങ്കാളിത്തമുണ്ട്, സുഹൃത്തുക്കൾക്ക്. റസൂൽ പറയുന്നുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോരുത്തരും അവരുടെ സുഹൃത്തിന്റെ മതത്തിലാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, എന്താണ് നമ്മുടെ സുഹൃത്തിന്റെ മതം, സുഹൃത്തിന്റെ വിശ്വാസം എന്താണ്, നമ്മുടെ സുഹൃത്തിന്റെ സംസ്കാരം എന്താണ്, അതായിരിക്കും നമ്മുടെയും സംസ്കാരം. അതുകൊണ്ട് ഓരോരുത്തരും സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ ആലോചിച്ചു കൊള്ളട്ടെ അവന്റെ സുഹൃത്ത് എത്തരത്തിലുള്ള ആളുകളാണ് എന്ന്. വളരെ സുന്ദരമായ ഒരു ഉപമയിലൂടെ റസൂൽ പിന്നെയും പറയുന്നുണ്ട്. നല്ലൊരു സുഹൃത്തിന്റെ കൂടെ നടക്കുന്നവന്റെ ഉപമയും ചീത്ത കൂട്ടുകെട്ടുമായി നടക്കുന്ന ആളുകളുടെ ഉപമയും. നല്ലൊരു സുഹൃത്തിന്റെ കൂടെ നടക്കുന്നവൻ അത്ര വിൽപ്പനക്കാരന്റെ കൂടെ നടക്കുന്നവനെ പോലെയാണ്. അത്ര വിൽപ്പനക്കാരന്റെ കൂടെ നടന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സുഗന്ധം സ്വീകരിക്കാം. ആ സുഗന്ധം നമ്മുടെ ശരീരത്തിനെ പറ്റി പിടിക്കും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ശരീരത്തിൽ ചുറ്റുഭാഗവും ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുക ഈ സുഗന്ധമാണ്. എന്നാൽ ഇരുമ്പ് ചൂടാക്കി പഴിപ്പിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലന്റെ കൂടെ വർക്ക് ചെയ്യുന്നവനെ പോലെ, ജോലി ചെയ്യുന്നവനെ പോലെയാണ് ദുഷിച്ച കൂട്ടുകെട്ടുമായി നടക്കുന്നവൻ. അതിന്റെ വിയർപ്പും അതിന്റെ ചൂടും അതിന്റെ കനലും പറ്റിപ്പിടിച്ച് അവന്റെ ശരീരവും അവന്റെ വസ്ത്രവും കേടുപാടാകും. എന്ത് സുന്ദരമായ ഉപമയാണ്. പരലോകത്ത് വരുമ്പോ ചില ആളുകൾ പറയും, യാ ലൈതനി ഇത്തഖദതു ഫുലാനൻ ഖലീല, ഇവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന രംഗം പരലോകത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ലുഖ്മാനുൽ ഹക്കീം മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നത്. യാ ബനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും, ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, അത് ആകാശത്തിലോ ഭൂമിയിലോ പാറക്കുള്ളിലോ ആയിക്കൊള്ളട്ടെ, യഅതി ബിഹല്ലാഹ്, പരലോകത്ത് അല്ലാഹു അതിനെ കൊണ്ടുവരും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു.
എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. സഹോദരന്മാരെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൂറത്ത് തൗബയിൽ തബൂക്ക് യുദ്ധത്തിന് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ആ തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറി നിന്ന ചില സ്വഹാബികൾ, അവരുടെ കാര്യത്തിൽ സൂറത്ത് തൗബയിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരായത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ആ സംഭവം പറയുന്നത്. കഅബ് ബിൻ മാലിക് പറയുകയാണ്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി റസൂലിന്റെ കൂടെ എല്ലാ സ്വഹാബികളും പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ മാറി നിന്നു. മാറി നിൽക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞങ്ങൾ മാറി നിൽക്കാൻ കാരണം, അന്ന് യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ പേരെഴുതി പ്രഖ്യാപിക്കുന്ന, പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രവണത അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വഹ്യ് ഇറങ്ങിയാൽ മാത്രമേ ആരൊക്കെയാണ് യുദ്ധത്തിന് പോയ ആളുകൾ, പോകാത്ത ആളുകൾ എന്ന് അറിയുകയുള്ളൂ. അതുകൊണ്ട് വഹ്യ് ഒരു പക്ഷേ ഇറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല എന്ന ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ചില ആളുകൾ മാറി നിന്നത്. ബദർ യുദ്ധത്തിന് ഒരു പക്ഷേ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടായിട്ടുമില്ല. കാരണം അതൊരു കച്ചവട സംഘത്തെ നേരിടാനായിരുന്നല്ലോ അന്ന് പോയത്. കഅബ് ബിൻ മാലിക് ഓർമ്മിക്കുകയാണ്. അങ്ങനെ കഅബ് ബിൻ മാലിക് പറയുന്നു, റസൂൽ യുദ്ധത്തിന് പോയി. റസൂൽ അങ്ങ് യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോ എനിക്കെന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കുറ്റബോധം. അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഈ അതിശക്തമായ ചൂടിൽ, വെയിലേറ്റുകൊണ്ട് മരുഭൂമിയിലൂടെ നൂറുകണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണല്ലോ യുദ്ധത്തിന് പോകുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ സുന്ദരമായി കഴിഞ്ഞുകൂടുകയാണല്ലോ എന്ന് എന്റെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചു. റസൂല് യുദ്ധസ്ഥലത്തെത്തി. എവിടെ? കഅബ് ബിൻ മാലിക്കിനെ കാണുന്നില്ലല്ലോ എന്ന് റസൂല് പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന മുആദ് ബിൻ ജബൽ പറഞ്ഞു, കഅബിനൊക്കെ നല്ല സൗകര്യങ്ങളായില്ലേ, സമ്പത്തായില്ലേ? അപ്പൊ ചില ആളുകൾ അതിന് തിരുത്തി, അങ്ങനെ പറയരുത്. കഅബ് ആത്മാർത്ഥതയുള്ളവനാണ്, ഇഖ്ലാസുള്ള നല്ലൊരു മനുഷ്യനാണ് കഅബ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂരെന്ന്, മരുഭൂമിയാണ്, വളരെ ദൂരെ ദിക്കിൽ നിന്ന് വരെ ഒരാൾ നടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഒരു പക്ഷേ കഅബ് ബിൻ മാലിക് ആയിരിക്കും അതെന്ന് ചില ആളുകൾ പറഞ്ഞു. അങ്ങനെ അടുത്തെത്തി കഴിഞ്ഞപ്പോ അത് കഅബ് ബിൻ മാലിക് ആയിരുന്നില്ല, ഇബ്നു ഖുസൈമയായിരുന്നു. ഇബ്നു ഖുസൈമ തന്റെ വസ്ത്രവും വലിച്ച് ഓടിക്കിതച്ച് പ്രവാചകന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. ഞാൻ മാറി നിന്ന അതേ കാരണം തന്നെയാണ് ഇബ്നു ഖുസൈമയും മാറി നിന്നത്. ഇബ്നു ഖുസൈമക്ക് മനസ്സ് വന്നില്ല. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വളരെ ഭീകരമായ ഒരൊറ്റപ്പെടൽ ഇബ്നു ഖുസൈമക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഇബ്നു ഖുസൈമ ഓടിക്കിതച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അവിടെ എത്തുന്നത്. ഏതായാലും യുദ്ധം കഴിഞ്ഞ് റസൂൽ എത്തി. ആളുകളൊക്കെ റസൂലിന്റെ അടുക്കൽ പോയി പള്ളിയിൽ വന്ന്, നബി യുദ്ധം കഴിഞ്ഞാൽ പള്ളിയിൽ കയറി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളൂ. ആളുകൾ പള്ളിയിലേക്ക് വന്നു. കപടവിശ്വാസികളും മറ്റുള്ള ആളുകളും ഒക്കെ പല കാരണങ്ങൾ നിരത്താൻ തുടങ്ങി. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മന്ത്രിച്ചു, എന്ത് ചെയ്യും? ഒഴിവുകഴിവുകൾ പറയണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇനി വഹയെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ ഞാനൊരു കളവ് പറഞ്ഞവനായി തീരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കഅബ് ബിൻ മാലിക് പോയിരുന്നു. റസൂലിന്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് എന്ന് മുഖം കണ്ടാൽ അറിയാം. റസൂൽ മുഖം ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? എന്തുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല? ഞാൻ പറഞ്ഞു, റസൂലേ, എനിക്ക് വേണമെങ്കിൽ താങ്കളുടെ അടുക്കൽ നല്ല കാരണങ്ങൾ നിരത്താം. എനിക്ക് നല്ല വാക്സാമർത്ഥ്യമുണ്ട്, വാചക കസർത്തുണ്ട്, താങ്കളെ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ വഹയെങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു യഥാർത്ഥ കാരണം ബോധ്യപ്പെടുത്തിയാൽ അതെനിക്ക് ഭയപ്പെടുന്നു. എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അലസത കൊണ്ട് മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്. റസൂൽ പറഞ്ഞു, എങ്കിൽ താങ്കളുടെ കാര്യം അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്നെ
മാറ്റി നിർത്തി. കഅബ് ബിൻ മാലിക് പറയുകയാണ്, അങ്ങനെ 50 ദിവസത്തോളം ഞങ്ങൾ മാറി നിന്നു. ആ 50 ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷേ കഅബ് ബിൻ മാലിക്കിന്റെ ജീവിതത്തിൽ 50 വർഷം തള്ളി നീക്കാൻ അത്ര പ്രയാസമുണ്ടായിട്ടുണ്ടായിരിക്കില്ല. അതിന്റെ ഓരോ സംഭവങ്ങളും കഅബ് ബിൻ മാലിക് പറയുന്നുണ്ട്. പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നിന്നാൽ ഞാൻ കാണാതെ റസൂൽ എന്നെ നോക്കും. ഞാൻ കാണുകയാണെങ്കിൽ, റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ റസൂൽ മുഖം തിരിക്കും. സ്വഹാബികൾ സലാം പറഞ്ഞാൽ മടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞാൽ മടക്കുന്നില്ല. എനിക്കെന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അങ്ങോട്ട് ഒറ്റപ്പെട്ടു. ആരും സംസാരിക്കുന്നില്ല. അതിനിടയിൽ ഞാൻ അങ്ങാടിയിൽ ചെന്നു. അപ്പോഴുണ്ട് ഗസ്സാൻ രാജാവിന്റെ ഒരു കത്തുമായിട്ട് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നേതാവ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. നിങ്ങളെ പരിപൂർണമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഇങ്ങോട്ട് വരാം. ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പൈശാചികമായ മറ്റൊരു ട്രാപ്പാണ്. ഇതിന് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കപടനായി കാഫിറായി മരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കത്ത് ഞാൻ ഉടനെ തീയിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിന്റെ വേദനയും സങ്കടവും ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി എൻ്റെ എളാപ്പാന്റെ മകനായ ഖതാദയുടെ വീട്ടിൽ ഞാൻ ചെന്നു. അങ്ങനെ ഖതാദയോട് പറഞ്ഞു, നിനക്ക് അറിയാമല്ലോ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. ഖതാദ മിണ്ടുന്നില്ല. വീണ്ടും ഞാൻ ഖതാദയോട് പറഞ്ഞു, നിനക്കറിയില്ല ഖതാദ, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. രണ്ടാമതും ആവർത്തിച്ചപ്പോൾ ഖതാദ പറഞ്ഞു, അത് നിനക്കറിയാം, അള്ളാഹുവിനറിയാം, എനിക്കറിയില്ല. അപ്പോൾ ഖതാദയും ആ ഒരു ദേഷ്യത്തോടും ആ ഒരു വെറുപ്പോടും കൂടിയാണ് കഴിയുന്നത്. ഒരു തൗബയുടെ വഴിയിൽ ഒരു സഹാബി അനുഭവിക്കുന്ന മനസ്സിന്റെ വേദന കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെയാണ് 19 ദിവസങ്ങൾ കഴിഞ്ഞ് നീങ്ങിയപ്പോൾ ഒരു മലക്ക് മുകളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്, കഅബ് മാലിക്കേ, താങ്കൾ സന്തോഷിച്ചുകൊള്ളൂ, താങ്കളുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സ്വഹാബികൾ കൂട്ടം കൂട്ടമായി കഅബ് ബിൻ മാലിക്കിന്റെ അടുക്കലേക്ക് വരികയാണ്. തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. റസൂലിന്റെ മുഖം കണ്ടാൽ അറിയാം റസൂലിന്റെ സന്തോഷം. റസൂലും സന്തോഷത്തോടു കൂടി എൻ്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, കഅബേ, ഉമ്മ പ്രസവിച്ചതിന് ശേഷം ഇത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കുകയില്ലേ എന്ന് റസൂലും പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം സമാധാനിപ്പിച്ചു. ഞാൻ ചോദിച്ചു റസൂലിനോട്, റസൂലേ, ഈ ആയത്ത് എൻ്റെ കാര്യത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു തീരുമാനം അങ്ങയുടെ ഭാഗത്തു നിന്നാണോ അതോ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടായി. കാരണം കഅബ് ബിൻ മാലിക്കിന്റെ തൗബ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുകയാണ്, നമ്മൾ ഓർമ്മിക്കുകയാണ്. അതാണ് സൂറത്ത് തൗബയിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തീരുമാനം എടുക്കാതെ മാറ്റിവെക്കപ്പെട്ട 3 ആളുകൾ. വിശാലമായ ഭൂമി അവർക്കങ്ങോട്ട് കുടുസമായി കഴിഞ്ഞു. കുടുസായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ മാനസിക നില ആയി മാറി. വളരെ നിസ്സാരമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരുന്ന ചെറിയൊരു കളവിലൂടെ മാറി നിൽക്കാൻ പറ്റുമായിരുന്ന ഒരു കാര്യം, അതിനുവേണ്ടി അങ്ങേയറ്റത്തെ തൗബത്തൻ നസൂഹ. അതുകൊണ്ട് അതിനുശേഷം കഅബ് ബിൻ മാലിക് പറയുകയാണ്, എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹു എൻ്റെ ഈ തൗബ സ്വീകരിച്ചതിന്റെ കാരണമായി ഞാൻ ദാനം ചെയ്യുകയാണ്. റസൂൽ പറഞ്ഞു, അത് വേണ്ട, 1/3 മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂല് 1/3 സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വിശദീകരിച്ചത് ഈ റമദാനിൽ, ഈ രാത്രികളിൽ നമ്മുടെയൊക്കെ തൗബ എങ്ങനെ ആയിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഈ സംഭവം, ഈ ചരിത്രം അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്തിഗ്ഫാറുകളും നമ്മുടെ പാപമോചന പ്രാർത്ഥനകളും എല്ലാം കബൂലാക്കുമാറാവട്ടെ. ഈ റമദാൻ നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഖുർആനിനോട് കാണിക്കേണ്ട ബാധ്യതകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കുവാൻ, അള്ളാഹു നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ പരിപൂർണമായി സ്വീകരിക്കുവാൻ,
തഹജ്ജുദുകളും തറാവീഹുകളും ദാനധർമ്മങ്ങളും നമസ്കാരങ്ങളും എല്ലാം സ്വീകരിക്കുന്ന കർമ്മങ്ങളായി നാളെ പരലോകത്ത് ഏറ്റവും ഉത്തമമായ പ്രതിഫലമായി തിരിച്ചു നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാവട്ടെ. നമ്മുടെ ആരാധനകളിലും നമ്മുടെ നിയ്യത്തുകളിലും വന്നു പോകുന്ന പാളിച്ചകൾ അള്ളാഹു നമുക്ക് വിട്ട് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين برحمتك يا أرحم الراحمين. السلام عليكم.